ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് ഞാൻ വിചാരിച്ച ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താം. അതിനൊരു കാരണമുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇൻഫ്യൂഷൻ അയൺ എന്ന് പറഞ്ഞിട്ട് കുറേ ആളുകൾ എന്നെ വിളിച്ച് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു നമുക്ക് സ്റ്റീം വരുന്ന ആ ഒരു അയൺ മെഷീനെ കുറിച്ചിട്ടാണ്, ഫ്ലാറ്റ് അയണിനെ കുറിച്ചിട്ടാണ് സംസാരിക്കണമെന്ന് ഞാൻ വിചാരിച്ചത്. പിന്നീട് അവർ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായ ഇൻഫ്രാറെഡ് ഉള്ള അയണിങ് മെഷീനാണെന്നുള്ളത്. നമ്മുടെ അടുത്ത് നിലവിൽ ഇൻഫ്രാറെഡ് ഉള്ള അയണിങ് മെഷീൻ അവൈലബിൾ ആണ്. ഇതാണ് ആ കാണുന്ന മെഷീൻ. ഓക്കെ, ഇതിൻ്റെ പേര് വെലോസിറ്റി എന്നാണ്. നിങ്ങൾക്ക് വെലോസിറ്റി 1 വർഷത്തെ ഗ്യാരണ്ടി ഉണ്ടാവും. ഞാനിത് കുത്തി ഇതിൻ്റെ പ്രവർത്തനം ഒന്ന് കാണിച്ചു തരാം. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം പ്ലഗ് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഓണാവും. ദെൻ ഇതിൽ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഓണാവും. ഓട്ടോമാറ്റിക് തന്നെ അത് ടെമ്പറേച്ചർ തന്നെ കൂടിയിട്ട് വന്ന് നിൽക്കും. നമ്മൾ അതിൽ നിന്ന് മുകളിലേക്കുള്ള ഇത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ 230 വരെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര സെക്കൻഡിനുള്ളിൽ അത് ഫുള്ളി 230 ഡിഗ്രിയിലേക്ക് വരും. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇൻഫ്രാറെഡ് ആണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ ഇൻഫ്രാറെഡ് എന്തിനാണ് എന്നുള്ളത് ഞാനും ഇപ്പോഴാണ് കേട്ടപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊന്ന് പഠിച്ചു. അപ്പോൾ ഈ കാണുന്നതാണ് ഇൻഫ്രാറെഡ് ലൈറ്റ്. ഇൻഫ്രാറെഡ് എന്ന് പറഞ്ഞൊരു ലൈറ്റാണ്, നിങ്ങൾക്കറിയാം, ഒരു റേസാണ്. അത് നമ്മൾ നോർമലി ബോഡി സ്പായിലൊക്കെ യൂസ് ചെയ്യും. നമ്മുടെ ബോഡി സ്പാ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ജോയിൻസിനൊക്കെ പെയിൻ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഈ ലൈറ്റ് അടിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നീർക്കെട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറും. അപ്പോൾ ഇപ്പോൾ കണ്ടോ, ഇത് 230 ഡിഗ്രിയിലേക്ക് വന്നു. ഒപ്പം ഈ ഇൻഫ്രാറെഡ് ലൈറ്റ് ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്രാറെഡ് നെഗറ്റീവ് അയോൺസാണ് പ്രൊഡ്യൂസ് ചെയ്യുക. അതുകൊണ്ട് നമ്മുടെ ഹെയറിലുള്ള പോസിറ്റീവ് അയോൺസുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഇത് ഹെയർ ലോക്കാക്കും. അപ്പോൾ അതുകൊണ്ട് എന്താ സംഭവം, നമ്മൾ നോർമലി മുടി അയൺ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ഡ്രൈ ആവാറുണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാതെ മുടി നല്ല രീതിയിൽ നല്ലൊരു ഷൈനി എഫക്റ്റ് കിട്ടും. ഒപ്പം തന്നെ മുടിയുടെ അകത്ത് നിന്ന് നമ്മൾ പലപ്പോഴും ഇത് ചെയ്യുമ്പോൾ പോകാൻ സാധ്യതയുള്ള ഓയിൽസൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ ലോക്ക് ചെയ്ത് നിർത്താൻ ഈ ഇൻഫ്രാറെഡ് ലൈറ്റ് സഹായിക്കും. മാത്രമല്ല ഒത്തിരി ഹെയർ ചൂടായിട്ട് അതിൽ നിന്നുള്ള ഡാമേജ് സംഭവിക്കാതിരിക്കാനും ഈ പറയുന്ന ഇൻഫ്രാറെഡ് ലൈറ്റ് നമ്മളെ സഹായിക്കും. ഒപ്പം തന്നെ ഈ ഇൻഫ്രാറെഡ് ലൈറ്റ് നമുക്ക് ആദ്യം ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റിൽ വന്നിരുന്നു. ഇപ്പോൾ അവർക്കുമില്ല. ഇപ്പോൾ ഈ വെലോസിറ്റി എന്ന് പറയുന്ന കമ്പനിയുടെ പ്രൊഡക്റ്റാണ് നമുക്കുള്ളത്. ഏകദേശം ഇതിൻ്റെ വില വരുന്നത് 4500 രൂപ MRP ആണ്. നിങ്ങൾക്ക് 2900-ന് 1 ഇയർ ഗ്യാരണ്ടിയോടുകൂടി ഈ മെഷീൻ മിഡാസിൽ അവൈലബിൾ ആണ്. 4500 MRP, 2900. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്. ഒപ്പം തന്നെ ഫ്രിസ്നെസ്സും ഡ്രൈയും ഡാമേജും ഇല്ലാതെ നമുക്ക് വളരെ സ്മൂത്തായിട്ട് അയൺ ചെയ്യാൻ സാധിക്കും. ഈ ഒരു അയൺ മെഷീൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു റബ്ബർ മെറ്റീരിയൽ പോലത്തെ ഒരു കോട്ടിംഗ് ഉള്ളതുകൊണ്ട് തന്നെ ഹീറ്റ് കാര്യമായി പുറത്തേക്ക് വരുന്നില്ല. ഇങ്ങനെ നമ്മളിവിടെ പിടിച്ചു കഴിഞ്ഞാലും ചൂട് വരുന്നില്ല. മറ്റൊന്ന്, തീരെ ചെറുതല്ലാത്ത എന്നാൽ അധികം വലുതുമല്ലാത്ത ഒരു വീതി ഉള്ളത് കൊണ്ട് തന്നെ അധികം വെയിറ്റ് ഇല്ലാതെ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് അയണിങ് പൂർത്തിയാക്കാൻ കഴിയും. മറ്റൊന്ന്, ഇത് ടൈറ്റാനിയം പ്ലേറ്റാണ് ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തേക്കണേ. ഒപ്പം ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ കേബിള് കറങ്ങാവുന്നൊരു സംവിധാനമുണ്ട്. ഓണാക്കാനുള്ള സ്വിച്ച്, അതോടൊപ്പം തന്നെ നമുക്കിതിൻ്റെ ചൂട് കൂട്ടാനും കുറയ്ക്കാനുള്ള സ്വിച്ച്. അപ്പോൾ ഈ ഒരു മെഷീൻ പരിചയപ്പെടുത്താനാണ് ഞാൻ ഇന്ന് വന്നത്. ഇത് പരിചയപ്പെടുത്താൻ കാരണം കുറേയേറെ ആളുകൾ നമ്മളെ വിളിച്ചിട്ട് ഇൻഫ്രാറെഡ് മെഷീൻ ഉണ്ടോ, അയണിങ് മെഷീൻ ഉണ്ടോ എന്ന് ചോദിക്കേണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മുടിയുടെ അകത്തെ ഈ മോയ്സ്ചർ ലോക്ക് ചെയ്യാനും, അതായത് നമ്മുടെ മുടിയുടെ അകത്ത് വരുന്ന ഓയിൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ മുടിയിൽ നിലവിലുള്ള ആ ഓയിൽസും കാര്യങ്ങളും ലോക്ക് ചെയ്യാനും, ഒപ്പം തന്നെ ഇതിനൊരു പ്രത്യേകത കൂടി ഉണ്ട്. നമ്മളിപ്പോൾ കളേർഡ് ഹെയറൊക്കെ സ്ട്രെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കളർ മങ്ങിപ്പോവും നോർമലി ഉള്ള മെഷീനിലാണെങ്കിൽ. പക്ഷേ ഇത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ മങ്ങിപ്പോവാതെ ഈ ഇൻഫ്രാറെഡ് ലൈറ്റ് നമ്മളെ സഹായിക്കും. ഇതാണ് ഈ ഒരു മെഷീൻ്റെ പ്രത്യേകത. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് ഇനിയും കാണാം. തൽക്കാലം
നിർത്തുന്നതിന് മുന്നായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പലരും പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി കാണേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ വീഡിയോ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടി പോകണം. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.